നമസ്കാരം. ശാസ്തമംഗലത്തെ എംഎൽഎ ഓഫീസ് വിവാദം ശക്തമാകുന്നു. കൗൺസിലർ ആർ ശ്രീലേഖ ബിജെപിക്ക് മുകളിലാണെന്ന് കടകംപള്ളി സുരേന്ദ്രൻ എംഎൽഎ രൂക്ഷമായി വിമർശിച്ചു. ശാസ്തമംഗലത്തെ കോർപ്പറേഷൻ കെട്ടിടത്തിൽ വാടകയ്ക്ക് പ്രവർത്തിക്കുന്ന വി കെ പ്രശാന്ത് എംഎൽഎയുടെ ഓഫീസ് ഒഴിയണമെന്ന ആവശ്യത്തിനെതിരെയാണ് കടകംപള്ളി കടുത്ത പ്രതികരണം പുറത്തുവിട്ടിരിക്കുന്നത്. ഇതോടെ വിഷയം കൂടുതൽ ചൂടുപിടിക്കുകയാണ്. ശാസ്തമംഗലത്തെ കോർപ്പറേഷൻ കെട്ടിടത്തിൽ വാടകയ്ക്ക് പ്രവർത്തിക്കുന്ന വി കെ പ്രശാന്ത് എംഎൽഎയുടെ ഓഫീസ് ഒഴിയണമെന്ന ശ്രീലേഖയുടെ ആവശ്യത്തിനെതിരെ പ്രതികരിച്ചുകൊണ്ട് ശാസ്തമംഗലത്തുകാർക്ക് തെറ്റുപറ്റിയെന്നാണ് കടകംപള്ളി പറഞ്ഞത്. കൗൺസിലർ എന്ന നിലയ്ക്കുള്ള ശ്രീലേഖയുടെ രംഗപ്രവേശം ഗംഭീരമായി. ശാസ്തമംഗലത്തുകാർക്ക് തെറ്റുപറ്റിയെന്ന് ഇപ്പോൾ തന്നെ ബോധ്യപ്പെട്ടിരിക്കുകയാണ്. അധികം വൈകാതെ തന്നെ അവർ തെറ്റുതിരുത്തുമെന്ന് വിശ്വസിക്കുന്നു. ഇത്രയും അഹങ്കാരം എവിടെ നിന്ന് കിട്ടി? മേയറും ബിജെപി സംസ്ഥാന അധ്യക്ഷനും ഇതിന് മറുപടി പറയണം. ഔദ്യോഗിക ജീവിതത്തിൽ ഉടനീളം അവർ വെച്ചുപുലർത്തിയ ജനവിരുദ്ധതയുടെ തുടർച്ചയായിട്ട് മാത്രം ഇതിനെ കണ്ടാൽ മതി. ജനപ്രതിനിധി ആണെന്ന കാര്യം വരെ അവർ വിസ്മരിച്ചുപോയി. 7 വർഷമായിട്ട് ആ മണ്ഡലത്തിലെ എംഎൽഎ നിയമാനുസൃതമായാണ് വാടകയ്ക്കെടുത്ത് ഓഫീസ് നടത്തുന്നത്. ആ ഓഫീസ് ഒഴിഞ്ഞേക്കണമെന്ന് പറയാനുള്ള അഹങ്കാരം ശ്രീലേഖയ്ക്ക് എവിടെ നിന്ന് കിട്ടിയെന്നാണ് കടകംപള്ളി സുരേന്ദ്രൻ ചോദിക്കുന്നത്. അതേസമയം ശ്രീലേഖയുടെ പുതിയ ആവശ്യത്തിന് പിന്നിൽ രാഷ്ട്രീയ ലക്ഷ്യങ്ങളുണ്ടെന്നാണ് വി കെ പ്രശാന്ത് എംഎൽഎ നേരത്തെ പ്രതികരിച്ചത്. തന്റെ ഓഫീസ് സൗകര്യപ്രദമായി പ്രവർത്തിക്കുന്നതിന് പ്രശാന്ത് ഒഴിയണമെന്ന് ഫോണിലൂടെയാണ് ശ്രീലേഖ ആവശ്യപ്പെട്ടത്. എന്നാൽ നിയമസഭാ കാലാവധി കഴിയും വരെ ഓഫീസ് തുടരാൻ 10 മാസം മുമ്പ് തന്നെ കോർപ്പറേഷന് കത്ത് നൽകിയിരുന്നതായി പ്രശാന്ത് മറുപടി നൽകിയിട്ടുണ്ട്. ശാസ്തമംഗലത്തെ കോർപ്പറേഷൻ കെട്ടിടത്തിൽ വാടകയ്ക്ക് പ്രവർത്തിക്കുന്ന ഓഫീസ് ഒഴിയണമെന്ന കൗൺസിലർ ആർ ശ്രീലേഖ ആവശ്യപ്പെട്ടതിനെ തുടർന്നാണ് ഈ വിവാദങ്ങളൊക്കെ ഉടലെടുത്തത്. ആർ ശ്രീലേഖ ഒറ്റയ്ക്കെടുത്ത തീരുമാനമായിരിക്കില്ലെന്നും മര്യാദയില്ലാത്ത നടപടിയാണ് സ്വീകരിച്ചതെന്നുമാണ് വി കെ പ്രശാന്ത് പറഞ്ഞത്. തിരുവനന്തപുരം കോർപ്പറേഷനിൽ ബിജെപി ഭരണം പിടിച്ച് അധികാരത്തിലേറിയതിന് പിന്നാലെയാണ് ഈ ഒരു ആവശ്യം. ഫോണിൽ വിളിച്ച ശ്രീലേഖ പ്രശാന്തിനോട് ഇക്കാര്യം ആവശ്യപ്പെടുകയായിരുന്നു. തന്റെ ഓഫീസ് സൗകര്യപ്രദമായി പ്രവർത്തിക്കുന്നതിന് പ്രശാന്ത് ഒഴിയണമെന്ന് ഫോണിലൂടെ ശ്രീലേഖ ആവശ്യപ്പെടുകയായിരുന്നു. എന്നാൽ വി കെ പ്രശാന്ത് സഹോദര തുല്യനാണെന്നും അദ്ദേഹത്തിന്റെ ഓഫീസ് മാറിത്തരണമെന്ന് അഭ്യർത്ഥിക്കുകയാണ് ചെയ്തതെന്നുമാണ് ശാസ്തമംഗലം കൗൺസിലർ ആർ ശ്രീലേഖ പറയുന്നത്. തന്റെ ഓഫീസ് പ്രവർത്തിക്കുന്നതിന് വേണ്ടിയാണ് തിരുവനന്തപുരം കോർപ്പറേഷൻ കെട്ടിടത്തിലെ എംഎൽഎ ഓഫീസ് ഒഴിയണമെന്ന് ആവശ്യപ്പെട്ടത്. തിരക്കിട്ട് ഒഴിയണമെന്ന് ആവശ്യപ്പെട്ടിട്ടില്ല. ഒരു അഭ്യർത്ഥനയായാണ് ഇക്കാര്യം സംസാരിച്ചത്. എന്നാൽ അത് പറ്റില്ലെന്നും ഒഴിപ്പിക്കാമെങ്കിൽ ഒഴിപ്പിച്ചോ എന്നുമാണ് വി കെ പ്രശാന്ത് തന്നോട് പറഞ്ഞതെന്നും ശ്രീലേഖ വ്യക്തമാക്കി. മുൻ മേയർ ആയിരുന്ന സമയത്ത് എടുത്ത കെട്ടിടമാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഒരു ചേച്ചിയുടെ സ്ഥാനത്ത് നിന്നാണ് ഇക്കാര്യം ആവശ്യപ്പെട്ടത്. എന്റെ ഫോണിൽ റെക്കോർഡില്ല. അങ്ങനെ ഒരു രീതി എനിക്കില്ല. എന്റെ അറിവിൽ പ്രശാന്തിന്റെ ഫോണിൽ കോൾ റെക്കോർഡ് ഉണ്ടെന്ന് മനസ്സിലാക്കുന്നത്. നിങ്ങൾക്കത് പരിശോധിച്ചു നോക്കാം. എന്റെ യാചനാസ്വരവും പ്രശാന്ത് ഇങ്ങോട്ട് സംസാരിച്ച രീതിയും നിങ്ങൾക്ക് നേരിട്ട് കേൾക്കാം. എന്റെ അറിവിൽ ഓഫീസുമായി ബന്ധപ്പെട്ട ഇങ്ങനെ ഒരു കരാർ ഉണ്ടെന്ന് തോന്നുന്നില്ല. കോർപ്പറേഷന്റെ കെട്ടിടമായതുകൊണ്ട് വാടക നൽകുന്നുണ്ട്. കഴിഞ്ഞ കോർപ്പറേഷൻ ഭരണാധികാരികൾ ഇദ്ദേഹത്തിന് ഒരു സഹായം ചെയ്തു കൊടുത്തെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. എനിക്ക് കൗൺസിലറായി പ്രവർത്തിക്കാൻ ഒരു ഓഫീസ് ആവശ്യമുണ്ടല്ലോ. ഇപ്പോൾ അങ്ങനെ ഒരു സൗകര്യമില്ല. എന്നെ കാണാൻ വരികയാണെങ്കിൽ അവർക്ക് ഇരിക്കാൻ പോലും സ്ഥലമില്ല. ഈ അവസരത്തിൽ ഞാൻ എന്താണ് ചെയ്യേണ്ടതെന്ന് നിങ്ങൾ മാധ്യമങ്ങൾ തീരുമാനിക്കുമെന്നാണ് ശ്രീലേഖ പറഞ്ഞത്. താൻ പറഞ്ഞതായി മറ്റ് ആരോപണങ്ങൾ ഉണ്ടെങ്കിൽ ഫോൺ ശബ്ദരേഖ പ്രശാന്ത് പുറത്തുവിടണമെന്നും ശ്രീലേഖ പറഞ്ഞു. സ്ഥല പരിമിതി ചൂണ്ടിക്കാട്ടിയാണ് എംഎൽഎയോട് സംസാരിച്ചത്. ഓഫീസ് ഒഴിയാൻ അഭ്യർത്ഥിക്കുകയാണ് ചെയ്തത്. എംഎൽഎക്ക് മണ്ഡലത്തിൽ എവിടെ വേണമെങ്കിലും കെട്ടിടം കിട്ടുമല്ലോ. മേയറുമായി സംസാരിച്ച ശേഷം തുടർ നടപടി സ്വീകരിക്കുമെന്നും അവർ വ്യക്തമാക്കി. വി കെ പ്രശാന്ത് തന്റെ അടുത്ത സുഹൃത്താണ്. സഹോദര തുല്യനായ ആളാണ്. കഴിഞ്ഞ ദിവസം മുൻ കൗൺസിലർക്കൊപ്പം ഇരുന്നപ്പോഴാണ് നമുക്ക് ഇരിക്കാൻ ഒരു സ്ഥലം വേണ്ടതെന്ന് അദ്ദേഹം ചോദിച്ചത്. അപ്പോൾ ശാസ്തമംഗലത്ത് കെട്ടിടമുണ്ടല്ലോ എന്നാണ് ഞാൻ പറഞ്ഞത്. പിന്നാലെയാണ് പ്രശാന്തിന്റെ ഫോൺ വിളിച്ചതും. ആദ്യം പ്രശാന്ത് ഫോൺ എടുത്തില്ല. പിന്നാലെ എന്നെ തിരിച്ചു വിളിക്കുകയായിരുന്നു. എല്ലാവിധ സഹായങ്ങളും ഉണ്ടാകണമെന്നാണ് ആദ്യം പറഞ്ഞത്. പിന്നാലെയാണ് എനിക്കൊരു അപേക്ഷയുണ്ട് എന്ന് പറഞ്ഞ് കെട്ടിടത്തിന്റെ കാര്യം പറഞ്ഞതും. അത് ഇപ്രാവശ്യം ബുദ്ധിമുട്ടായിരിക്കുമെന്നാണ് അദ്ദേഹം പറഞ്ഞത്. തെരഞ്ഞെടുപ്പ് കഴിയും വരെ കെട്ടിടം വേണമെന്നാണ് അദ്ദേഹം പറഞ്ഞത്. എനിക്ക് 5 വർഷത്തേക്ക് ജോലി ചെയ്യേണ്ടതല്ലേ? ആ കെട്ടിടം കിട്ടിയാൽ നന്നായിരുന്നു എന്നാണ് പറഞ്ഞത്. അതൊന്ന് പരിഗണിക്കണം. പതുക്കെ മതി തീരുമാനമെന്നാണ് പറഞ്ഞത്. അപ്പോൾ പ്രശാന്തമാണ് പറഞ്ഞത് അത് പറ്റില്ല, ഒഴിപ്പിക്കാൻ പറ്റുമെങ്കിൽ ഒഴിപ്പിച്ചോ എന്ന. കൂടെ ഉള്ളവർ കേട്ടതാണ്. എന്റെ ഫോണിൽ റെക്കോർഡില്ല. അടുത്ത നടപടി എന്താണെന്ന് പാർട്ടി നേതൃത്വത്തോടും മേയറോടും ആലോചിച്ച് തീരുമാനിക്കും. എംഎൽഎ ക്വാർട്ടേഴ്സ് തൊട്ടടുത്താണ്. അദ്ദേഹം വിചാരിച്ചാൽ മണ്ഡലത്തിൽ എവിടെയും സ്ഥലം കിട്ടുമല്ലോ എന്നും ശ്രീലേഖ പറയുന്നു. തൊട്ടു പിന്നാലെ എംഎൽഎ ഓഫീസിലെത്തി പ്രശാന്തുമായി കൂടിക്കാഴ്ച നടത്തുകയും ചെയ്തു. ക്യാമറകൾക്ക് മുന്നിൽ എംഎൽഎക്ക് കൈ കൊടുക്കുകയും തങ്ങൾ തമ്മിൽ ഒരു പ്രശ്നവുമില്ലെന്നും പറഞ്ഞാണ് ശ്രീലേഖ മടങ്ങിയത്.
നേരത്തെ ഓഫീസ് ഒഴിയണമെന്ന ശ്രീലേഖയുടെ ആവശ്യം സാമാന്യ നീതിയുടെ ലംഘനമാണെന്ന് പ്രശാന്ത് പറഞ്ഞിരുന്നു. 7 വർഷമായി ജനങ്ങൾ ആശ്രയിക്കുന്ന ഓഫീസ് ഫോണിൽ വിളിച്ചൊഴിയാൻ ആവശ്യപ്പെടുന്നത് ശരിയായ നടപടിയല്ല. കോർപ്പറേഷൻ നിശ്ചയിച്ച വാടക നൽകിയാണ് MLA ഓഫീസ് പ്രവർത്തിക്കുന്നത്. അത് ഒഴിയാൻ നിയമപരമായ നടപടികളുണ്ടെന്നും MLA മാധ്യമങ്ങളോട് പറഞ്ഞു. കഴിഞ്ഞ 7 വർഷമായിട്ട് അവിടെ MLA ഓഫീസ് പ്രവർത്തിക്കുകയാണ്. ഒപ്പം തന്നെ കൗൺസിലർ ഓഫീസും അവിടെ പ്രവർത്തിക്കുന്നുണ്ട്. അവർക്കൊന്നും പരാതിയില്ലായിരുന്നു. ഇപ്പോൾ വന്നിട്ടുള്ള കൗൺസിലറാണ് MLA മാറിയാലേ സൗകര്യമുണ്ടാകൂ എന്ന് പറഞ്ഞുകൊണ്ട് ഇന്നലെ വിളിച്ചത്. ഇതൊരു ശരിയായ രീതിയല്ല. ഇത് ഒരു ജനാധിപത്യ സംവിധാനത്തിന് യോജിച്ച ഒരു കാര്യമല്ല. വാടക കരാർ തീരുന്ന മാർച്ച് 31 വരെ ഓഫീസ് ഇതേ കെട്ടിടത്തിൽ പ്രവർത്തിക്കുവാനുള്ള അവകാശമുണ്ട്. MLA ഓഫീസിനായി സ്ഥലം നൽകിയ കൗൺസിൽ ആ തീരുമാനം റദ്ദാക്കണം. അതിനുശേഷം നഗരസഭ സെക്രട്ടറിയാണ് ഈ കെട്ടിടം ഒഴിയണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് നോട്ടീസ് നൽകേണ്ടത്. പിന്നിൽ രാഷ്ട്രീയ നീക്കമാണെന്നും പ്രശാന്ത് പ്രതികരിക്കുന്നുണ്ട്. തന്റെ ഓഫീസ് സൗകര്യപ്രദമായി പ്രവർത്തിക്കുന്നതിന് കെട്ടിടം ഒഴിയണമെന്ന് ഫോണിലൂടെയാണ് ശ്രീലേഖ ആവശ്യപ്പെട്ടത്. കൗൺസിൽ തീരുമാനപ്രകാരമാണ് പ്രശാന്തിന്റെ ഓഫീസ് ഇവിടെ പ്രവർത്തിക്കുന്നത്. കെട്ടിടം ഒഴിപ്പിക്കുവാൻ BJPക്ക് ഭൂരിപക്ഷമുള്ള കൗൺസിൽ തീരുമാനിച്ചാൽ MLAക്ക് ഓഫീസ് ഒഴിയേണ്ടി വരും. കൗൺസിലർക്ക് കോർപ്പറേഷൻ കെട്ടിടത്തിൽ ഓഫീസ് വേണമെങ്കിൽ മേയർ വഴിയാണ് അനുമതി കിട്ടേണ്ടത്. കെട്ടിട സൗകര്യങ്ങൾ ലഭ്യമാണോ എന്ന് സെക്രട്ടറി പരിശോധിച്ച് നടപടിയെടുക്കും. കോർപ്പറേഷന്റെ കെട്ടിടം വാർഡിൽ ലഭ്യമല്ലെങ്കിൽ മറ്റു കെട്ടിടങ്ങൾ വാടകയ്ക്ക് എടുക്കാം. ഇതിനിടെ ശ്രീലേഖയുടെ നടപടിയിൽ കടുത്ത വിമർശനവുമായി CPM രംഗത്തെത്തി. ഇത്തരം കാര്യങ്ങൾ തീരുമാനിക്കേണ്ടതും അനുമതി നൽകേണ്ടതും നഗരസഭയാണ്. എന്നാൽ ഇതെല്ലാം മറികടന്നാണ് ശ്രീലേഖ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. പുത്തനച്ചി പുരപ്പുറം തൂക്കുമെന്നാണ് പോലെയാണിതെന്നും തിരുവനന്തപുരം CPM ജില്ലാ സെക്രട്ടറി V. ജോയ് പ്രതികരിച്ചു. അടിയന്തരമായി ഓഫീസ് ഒഴിഞ്ഞുകൊടുക്കണമെന്നാണ് ശ്രീലേഖ ആവശ്യപ്പെട്ടിരിക്കുന്നത്. പുത്തനച്ചി പുരപ്പുറം തൂക്കുമെന്ന് പറയും പോലെ അവരെ മുൻനിർത്തി തെരഞ്ഞെടുപ്പ് നടത്തി. അവസാനം അവരെ കറിവേപ്പില പോലെ വലിച്ചെറിഞ്ഞു. ഇപ്പോൾ അവർ ആളുകളുടെ അടുത്തെല്ലാം പരിഭവം പറഞ്ഞു നടക്കുകയാണ്. അക്കൂട്ടത്തിൽ ഇപ്പോൾ എടുത്തിരിക്കുന്നത് ഏറ്റവും മോശപ്പെട്ട നിലപാടാണ്. പഴയ പോലീസിലുണ്ടായിരുന്ന ധാർഷ്ട്യവും ധിക്കാരവും എല്ലാം പുലർത്തുന്ന രീതിയിലാണ് ഇപ്പോൾ കാണിച്ചിരിക്കുന്നതെന്ന് V. ജോയ് പറഞ്ഞു. എന്നാൽ MLA VK പ്രശാന്ത് 3-4 മാസം നിലവിലെ കെട്ടിടത്തിൽ തുടരുന്നതിൽ തനിക്ക് പ്രശ്നമില്ലെന്നാണ് ശ്രീലേഖ ഓഫീസിലെത്തി പറഞ്ഞത്. മാഡമാണ് വിവാദമുണ്ടാക്കിയതെന്ന് പ്രശാന്ത് ശ്രീലേഖയോടായി പറഞ്ഞു. തമ്മിൽ പ്രശ്നങ്ങളില്ലെന്ന് ശ്രീലേഖയും പ്രതികരിച്ചു. രാവിലെ കോർപ്പറേഷൻ കെട്ടിടത്തിലെ ഓഫീസ് സന്ദർശിച്ച ശേഷവും MLA ഓഫീസ് ഒഴിയണമെന്ന നിലപാടിൽ തന്നെയായിരുന്നു ശ്രീലേഖ. പിന്നീട് ആ ആവശ്യത്തിൽ മയപ്പെടുത്തുകയായിരുന്നു. കെട്ടിടത്തിന്റെ പൂർണ്ണ അവകാശം തിരുവനന്തപുരം കോർപ്പറേഷൻ ആണെന്നും യാചനാസ്വരത്തിലാണ് പ്രശാന്തിനോട് ഓഫീസ് ഒഴിയണമെന്ന് ആവശ്യപ്പെട്ടതെന്നുമാണ് ശ്രീലേഖ പറഞ്ഞത്. പ്രശാന്ത് അടുത്ത സുഹൃത്താണ്. മകന്റെ വിവാഹം പ്രശാന്ത് മണ്ഡപത്തിൽ നിന്ന് നടത്തി തന്നത് പ്രശാന്താണ്. സഹോദര തുല്യൻ. ഓഫീസ് കെട്ടിടം സംബന്ധിച്ച് സംസാരിക്കാൻ പലതവണ പഴയ നമ്പറിൽ പ്രശാന്തിനെ വിളിച്ചെങ്കിലും കിട്ടിയിരുന്നില്ല. ഇരിക്കാൻ സ്ഥലമില്ലെന്നും ഓഫീസ് മാറിത്തരാൻ പറ്റുമോ എന്നും പിന്നീട് ഫോണിൽ ചോദിച്ചു. തെരഞ്ഞെടുപ്പ് കഴിയും വരെ മാറുന്നത് ബുദ്ധിമുട്ടായിരിക്കുമെന്നും മാധ്യമങ്ങളോട് എന്ത് പറയുമെന്നുമായിരുന്നു മറുപടി. MLA ക്വാർട്ടേഴ്സിലേക്ക് മാറാമല്ലോ എന്ന് നിർദ്ദേശിക്കുകയും 5 വർഷം തനിക്ക് കൗൺസിലറായി ഇരിക്കേണ്ടതല്ലേ എന്നും പറഞ്ഞു. പറ്റില്ല, ഒഴിപ്പിക്കാമെങ്കിൽ ഒഴിപ്പിച്ചോ എന്നായിരുന്നു മറുപടിയെന്നും ശ്രീലേഖ വിശദീകരിച്ചു.